പുഷ്പ ഫ്ലവർ പുഷ്പ ബ്ലോക്ക് ബസ്റ്റർ അല്ലു അർജുൻ ആക്ടിങ് സൂപ്പർ. ഒരു കാട്ടവരാതമായിട്ടാ തോന്നിയ, പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. ഭഗത്ത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുനൊക്കെ സൂപ്പറായിരുന്നു. പലതരത്തിലുള്ള അപരാധം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു കാട്ടപരാധമായി. ആക്ഷൻ പടം പ്രതീക്ഷിച്ച് വന്നാൽ ഇപ്പോൾ കോമഡി പടമായിട്ടുണ്ട്. ഫാത്ത് ഫാസിലിനെയൊക്കെ ആയിട്ട് ജട്ടി കാണിച്ചിട്ടിരിക്കുകയാണ്. കൊള്ളത്തില്ല. കുറച്ച് ക്രിഞ്ചും കാര്യമൊക്കെ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ, പക്ഷെ നല്ല മൂവി. അല്ലല്ല അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഫസ്റ്റിന്റെ അത്രയില്ല. അത്ര പോരാ. പുഷ്പ എന്ന് പറഞ്ഞ ഫസ്റ്റിന്റെ പ്രതീക്ഷയിൽ വന്നതാണ്. സെക്കൻഡ് പാർട്ട് മറ്റേ മുകളിലോട്ട് കൊണ്ട് എത്തിക്കുന്നതാണ് പറഞ്ഞു. ഇവിടെ കോമഡി ആക്കിയിട്ട് ലാസ്റ്റ് പുഷ്പരാജിന്റെ മോന്റെ പേര് എന്തിന് കുഞ്ഞു വേലായുധ രാജ്, അതിന് വരെ കോമഡി. ബ്ലോക്ക് ബസ്റ്റർ അല്ലു അർജുൻ ആക്ടിങ് സൂപ്പർ. സെക്കൻഡ് ഹാഫ് സൂപ്പർ. അപരാധം ഉണ്ടോ? അപരാധം പലതരത്തിലുള്ള അപരാധം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു കാട്ടപരാധമായിപ്പോയി. ഭഗത് മാത്രം കൊള്ളായി സിനിമയിൽ ഇരുന്ന്. അയ്യോ വെറുതെ എടുത്ത് തറയിലെടുത്ത് വരയ്ക്കാൻ തോന്നി. ഒരു കാട്ടവരാതമായിട്ടാ തോന്നിയ, പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. പിന്നെ ആകെ ഇച്ചിരിയെങ്കിലും പോസിറ്റീവായിട്ട് തോന്നിയത് ഫഹദിന്റെ പെർഫോമൻസ് മാത്രമാണ്. സൂപ്പറായിട്ടുണ്ട്. ഭഗത്തിന് നല്ല റോള് കിട്ടിയിട്ടുണ്ട്. ഭഗത്ത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുനൊക്കെ സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. പുഷ്പ റോക്സ് അടിപൊളി. നല്ല ഫിലിം സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. ഫഹദിന് ഇതിൽ അധികം അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയതായിട്ടില്ല. ഡയലോഗ്സ് ആണെങ്കിലും വളരെ കുറവ്. പുള്ളിയുടെ ഒരു ഇൻകംപ്ലീറ്റ് ഒരു രീതിയിലാണ് കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത്. മൈറ്റ് ബി തേർഡ് പാർട്ടിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ കാണുമായിരിക്കും. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു, സെക്കൻഡ് ഹാഫ് തൊലച്ച്. ക്ലൈമാക്സ് പ്രത്യേകിച്ച് വെറും പോർ ക്ലൈമാക്സ് ആയിരുന്നു. ടൈലിൻ്റെ കഴിക്കുമ്പോൾ നല്ല പ്രതീക്ഷിക്കത്തില്ലേ ഒരു KGF ലെവലൊക്കെ. ഇത് സീരിയൽ ക്ലൈമാക്സ് ഒക്കെ പക്കാ സീരിയലാണ്. ക്ലൈമാക്സ് കൊള്ളത്തില്ല, പക്ഷേ ഇന്റർവെല്ലിന്റെ അത് കൊള്ളാം. സൂപ്പറാണ് മൂവി. വൈൽഡ് ഫയർ നൈസ് മൂവി. സൂപ്പർ ഫിലിം. കുഴപ്പമില്ല, കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് എന്തിനാന്നുള്ള അറിയത്തില്ല. കൊള്ളത്തില്ല. ഫഹദ് അല്ലുവിന്റെ ഒക്കെ പെർഫോമൻസ്, ഫൈറ്റ് സീനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. പക്ഷേ ഓവറോൾ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. ഫഹത്താണ് ഈ പടം ഏറ്റവും കൂടുതൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ടുപോയത് ഫഹത്താണ്. ഫഹത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഇതിൽ. പക്ഷേ അല്ലു അർജുൻ്റെ ലാസ്റ്റ് ഫൈറ്റ് 2 കൈയും 2 കാലും കെട്ടി വെച്ചുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് 2 കാലും കൈ കെട്ടി വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റൂല. പക്ഷേ അതൊരു മോശമായിപ്പോയി. പക്ഷേ സാരി കൊടുത്തുള്ള ഫൈറ്റൊക്കെ സെറ്റായിരുന്നു. അല്ലു അർജുൻ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാസ് എലിവേഷൻസ് സംഭവങ്ങളെല്ലാം വർക്കായിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് പിന്നെ അത് മാസ് കാണിക്കണമൊന്നുമില്ല. അപ്പോൾ പിന്നെ ട്രാക്ക് ഒന്ന് മാറിപ്പോയി. നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പം അത്രയ്ക്കൊരു എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗാണ്.